السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد والعاقبة للمتقين. കുട്ടികളെ ഇന്ന് നമുക്ക് പത്തിരി മുതലാണ് എടുക്കാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ പൂർണ്ണമായും മുഹിബായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് റസാഖാൻ ബറൈൽവി റഹ്മുള്ള രചിച്ച കവിതയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട അവരുകൾ ഇതിലെന്താക്കണം, ആദ്യം അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും ഇതിൻ്റെയൊക്കെ സിഫത്തുകൾ പറയണേ. അതൊക്കെ അതിനൊക്കെ വർണ്ണിച്ചുകൊണ്ട് പറയണം. ആദ്യം തലമുടി, തല, നെറ്റി, മൂക്ക് എന്നിത്യാദി ഒരുപാട് ശരീരത്തിൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ ഷമായിൽ എന്നറിയും. അള്ളാഹുൻ്റെ റസൂലിൻ്റെ ശരീരഘടന പഠിക്കുന്ന ഒരു ഇതാണ് ഷമായിൽ റസൂൽ എന്നറിയും. അത് ഈ ഹദീസുകളൊക്കെ നമ്മൾ ഭാവിയിൽ ഉഷാറായി പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ കവിതയിൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഷമായിലുകൾ പറയാണ്. ആദ്യം മുടി, തല, നെറ്റി, മൂക്ക് ഓരോന്നിനെ വർണ്ണിച്ചിട്ടാണ് ഈ കവിത വരുന്നത് കേട്ടോ. ഈ പത്തിലി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കവിത എന്താണ് വെറും ഒരു 11 വരി 12 13 വരി ഉള്ളതല്ല. ഇത് 100 കണക്കിന് വരികളുണ്ട്. 100ൻ്റെ മേലെ വരികളുണ്ട്. ഇതിൽ 100ൻ്റെ മേലെ വരികളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ചൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, പത്തിലി എന്ന് പറഞ്ഞാൽ പത്തിലി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പുത്തില എന്ന് പറഞ്ഞാൽ എന്താരോ തടിയില്ലാത്ത നേർമയുള്ളത് എന്നാട്ടോ. നേർമയുള്ളത്. ഗുൽ എന്ന് പറഞ്ഞാൽ പുഷ്പം. കുദ്സ് പറഞ്ഞാൽ മറ്റേ ജന്നത്തുൽ ഫിർദൗസിലെ ഒരു ബാഗ്, ജന്നത്തുൽ ഫിർദൗസിലെ ഒരു പൂന്തോട്ടത്തിൻ്റെ പേരാണ് കുദ്സ് പറഞ്ഞാൽ. പത്തിയ എന്ന് പറഞ്ഞാൽ ഇലകൾ എന്നാട്ടോ. ലബിൻ്റെ ജമ്മാണ് ലബോം. അത് പറഞ്ഞാൽ ഞങ്ങൾ ലപ്യാത്തിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചുണ്ട് എന്നാണ് അർത്ഥം. പിന്നെ നസാക്കത്ത് എന്ന് പറഞ്ഞാൽ ഹൂബി, ചന്തം. അതേമാതിരി നൈർമല്യം എന്നൊക്കെ പറയട്ടോ. ശ്രദ്ധിക്കാം. പത്തിലി ഗുലേ കുദ്സിക്കി പത്തിയ. പത്തിലി പറഞ്ഞാൽ നേർമയുള്ളതാണ്. നേർമ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സന്നത്തിന്. ഇപ്പോൾ എല്ലാത്തിനും ഒരു സ്ലിം ബ്യൂട്ടി നമ്മൾ പറയുന്നുണ്ട്. അതാണ് ഈ കട്ടി കുറഞ്ഞെന്ന് പറയുമ്പോൾ ഒരു സ്ലിമ്മായിട്ടുള്ള ഒരു ബ്യൂട്ടീനെ അങ്ങനെ വിവരിക്കാണ്ടി വരുന്നതാട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞത് ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചുണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ പുഷ്പം കുദ്സ് എന്ന പേരുള്ള ജന്നത്തുൽ ഫിർദൗസിലെ കുദ്സ് എന്ന പേരുള്ള പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളുടെ ഇലകൾ നൈർമല്യമുള്ളതാണ്, അത് നേർന്നതാണ്. അപ്പോൾ അത് എത്രമാത്രം ചന്തമുണ്ട്, അത് കണക്കെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചുണ്ട് അതുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഉല്ലബോക്കി നസാക്കത്ത് പേ. ആ ചുണ്ടുകളുടെ എന്താണ് നമ്മളെ ഈ ഇലകളെയൊക്കെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചുണ്ടായിട്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസാഖാൻ ചിത്രീകരിക്കുകയാണ്. എന്താ പറയുന്നത്, പത്തിലി കുദ്സിക്കി പത്തിയ. പത്തിലി എത്രമാത്രം നൈർമല്യമുള്ളതാണ്. കുദ്സിക്കി പത്തിയ ഗുലേ കുദ്സിക്കി പത്തിയ. കുദ്സിലെ പുഷ്പങ്ങളുടെ ഇലകൾ എത്ര നൈർമല്യമുള്ളതാണ്. ശ്രദ്ധിക്കുക, അതെന്താണ് ഈ പുഷ്പങ്ങൾ എന്താണ് ഈ ഇതളുകൾ വിടർത്തി നിൽക്കുന്നത് ഏതുപോലെയാണ്, അതിങ്ങനെ തൊള്ളൊളിച്ചിരിക്കണം, വായ തൊളിച്ചിരിക്കണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇലകളെ എന്താക്കണം, ചുണ്ടുകൾ അതായത് നമ്മൾ എന്താ പറയുക, ചുണ്ടെന്ന് തന്നെയല്ലേ പറയാം, ചുണ്ടുകളായിട്ട് ചിത്രീകരിക്കുക. എന്നിട്ട് പറയണേ, ഉല്ലബോക്കി നസാക്കത്ത് പെലാക്കോം സലാം. ഉല്ലബോക്കി നസാക്കത്ത് പെ. എന്നിട്ട് ഈ ഇലകൾ എന്താക്കണം, ഇലകളെ വിടർന്ന് നിൽക്കുന്ന ഈ ഇലകളൊക്കെ എന്താണ് ഒരു ചുണ്ടായിട്ട് ചിത്രീകരിച്ചതിന് ശേഷം പറയാണ് ഉല്ലബോക്കി നസാക്കത്ത് പെലാക്കോം സലാം. അള്ളാഹുൻ്റെ റസൂലിൻ്റെ ചുണ്ടായിട്ടാണ് ഇതാക്കണേ. ആ ചുണ്ടുകളുടെ ഹൂബി, ചന്തത്തിൻ്റെ മേലിൽ, ഉല്ലബോക്കി ആ ചുണ്ടുകളുടെ നസാക്കത്ത് മനോഹാരിതയുടെ മേലിൽ ലാക്കോം സലാം, ലക്ഷക്കണക്കിന് രക്ഷയുണ്ടാകട്ടെ എന്ന് പറയട്ടോ. പിന്നെ ഇനി അടുത്ത ജിസുഹാനി ഗഡി ചംക തൊയ്ബെ ക ചാന്ദ് ഉസ് ദിൽ അഫ്രോസ് സാഅത്ത് പേ ലാക്കോം സലാം. ശ്രദ്ധിക്കാം. സുഹാനി എന്ന് പറഞ്ഞാൽ എന്താണ്, ഖൂബ്സൂറത്ത്, അഥവാ ചന്തമുള്ള, മനോഹരമായ. പിന്നെ ഗഡി എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ ഗഡി, വാച്ചിന് അറിയില്ലേ, അതായത് ഇവിടെ സമയം എന്നാട്ടോ അർത്ഥം. ചമക്കന എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകാശിക്കുക കേട്ടോ. തൊയ്ബ എന്ന് പറഞ്ഞാൽ മദീനൻ്റെ പേരാണ്. ചാന്ത് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ.
പിന്നെ ദിൽ അഫ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ദിൽ അഫ്രോസ് എന്ന് പറഞ്ഞാൽ മനസ്സിന് തുടിപ്പുണ്ടാകുന്ന നേരം കേട്ടോ. തുടിപ്പുള്ള മനസ്സെന്നൊക്കെ പറയും, ജീവനുള്ള മനസ്സ് കേട്ടോ. പിന്നെ സാഴത്ത് പറഞ്ഞ സമയം, ദിൽ അഫ്രോസ് എന്ന് പറഞ്ഞാൽ തുടിപ്പ്, ജീവൻ്റെ തുടിപ്പ് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ജീവൻ്റെ തുടിപ്പ് എന്നല്ല, സോറി, ജീവനുള്ള മനസ്സ് എന്നൊക്കെ ആയിട്ട് അർത്ഥം. അഥവാ അള്ളാൻ്റെ റസൂലിനെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മളെ മനസ്സെന്താവും, നമ്മളെ മനസ്സിങ്ങോട്ട് ഒരു പുനർജീവിതം കിട്ടിയ മാതിരിക്കാരം കേട്ടോ. ആ ഒരു സാഹചര്യത്തെ പറയുന്നത് അള്ളാൻ്റെ റസൂലിൻ്റെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പുനർജന്മം ഉണ്ടായ മാതിരിക്കാരം. പുനർജന്മം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സും ഒക്കെ ഒരു ആവേശത്തോടെ നിൽക്കുന്ന സമയക്കാരം. ആ ഒരു ഇതിനെ എന്താ പറയുക, വിശദീകരിക്കുകയാണ്. ജിസ് സുഹാനി ഗഡി, ജിസ് ഏതൊന്നാണോ, സുഹാനി ഗഡി ഏതൊരു നല്ല ഒരു സമയത്താണോ, ചംക പ്രകാശിച്ചത്, ത്വയ്ബക ചാന്ദ് മദീനയിലെ ചന്ദ്രൻ ഏതൊരു സമയത്താണോ പ്രകാശിച്ചത്, ജിസ് സുഹാനി ഗഡി ഏതൊരു നല്ല സമയത്താണോ, ചംക ത്വയ്ബക ചാന്ദ് ചംക പ്രകാശിച്ചത്, ത്വയ്ബക ചാന്ദ് മദീനയുടെ ആ ചന്ദ്രൻ ഏതൊരു മനോഹരമായ സമയത്താണോ പ്രകാശിച്ചത്, ഉസ്ദിൽ അഫ്രോസ് സായത്ത് ആ പ്രകാശിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കാണുന്നവരുടെയൊക്കെ മനസ്സിലൊരു കുളിർമയോ ഒരു പുനർജീവനം കിട്ടിയ മാതിരിക്കാൻ. ഉസ്ദിൽ അഫ്രോസ് സായത്ത്, ദിൽ അഫ്രോസ് ആ ഒരു മനസ്സിന് പുനർജന്മം ഉള്ള സായത്ത്, ആ ഒരു സമയത്ത് മനസ്സിന് പുനർജന്മം ലഭിച്ച ആ ഒരു സമയത്തിൻ്റെ മേലിൽ ലാക്കോം സലാം ലക്ഷക്കണക്കിന് സലാം ഉണ്ടാവട്ടെ കേട്ടോ. അടുത്തത് നാമോ കാമോ തനോ ജാനോ ഹാലോ മക്കാൽ സബ്മെ അച്ചേക്ക് സൂറത്ത് ലാക്കോം സലാം. അതിലിപ്പോൾ നാം എന്ന് പറഞ്ഞ പേര്, കാം എന്ന് പറഞ്ഞാൽ ജോലി, അതേമാതിരി തെൻ എന്ന് പറഞ്ഞാൽ ജിസം ശരീരം എന്നാട്ടോ. പിന്നെ ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ, ഹാൽ എന്ന് പറഞ്ഞാൽ സമയം, മക്കാൽ എന്ന് പറഞ്ഞാൽ സംസാരം, സബ്മെ അച്ചേക്ക് സൂറത്ത്. ഇപ്പോൾ നാം എന്ന് പറഞ്ഞാൽ നാമം കൊണ്ടും ജോലി കൊണ്ടും ശരീരം കൊണ്ടും ജീവൻ കൊണ്ടും അവസ്ഥ കൊണ്ടും സംസാരം കൊണ്ടും ഒക്കെ സബ്മേ അച്ചേ ഇന്നിത്യാദി കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ സബ്മേ ഈ സാധനങ്ങളിലൊക്കെ തന്നെയും അച്ചേക്ക് സൂറത്ത്, ഇതിലൊക്കെ തന്നെയും അച്ചേ നന്നായിട്ട് അച്ചേക്ക് സൂറത്ത് ഇതിലൊക്കെ തന്നെയുമുള്ള ഏറ്റവും നല്ല ഉഷാറായിട്ടുള്ള രൂപത്തിൻ്റെ മേലിൽ, സൂറത്ത് എന്ന് പറഞ്ഞ രൂപം, പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ 5-6 സാധനം, ഇതിലൊക്കെ ഏറ്റവും ഉഷാറായിട്ടുള്ള രൂപത്തിൻ്റെ മേലിൽ ലാക്കോം സലാം ലക്ഷക്കണക്കിന് സലാം ഉണ്ടാവട്ടെ കേട്ടോ. ഇത് ഇങ്ങനത്തെ എന്താണ്, ഇൻസാനുൽ കാമിലായ അള്ളാൻ്റെ റസൂലാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ഈ പേര് കൊണ്ടും എല്ലാം കൊണ്ടും ഏറ്റവും ഉഷാറായതാണ് അള്ളാൻ്റെ റസൂലാണ്. അപ്പോൾ ഈ അള്ളാൻ്റെ റസൂൽ ഇതിലൊക്കെയുള്ള ഏറ്റവും ഉഷാറായ രൂപത്തിൻ്റെ മേലിൽ നിന്നാണ് അള്ളാൻ്റെ റസൂലിൻ്റെ മേലിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സലാം ഉണ്ടാവട്ടെ കേട്ടോ. ഇനി അടുത്തത് കാശ് മഹ്ശർ में जब उनकी आमद हुआ और भेजे सब उनकी शौकत पे लाखों सलाम. കാശ് മഹ്ശർ में, കാശിൻ്റെ അർത്ഥം എന്താ? കാശ് എന്ന് പറഞ്ഞാൽ ലൈത്ത എന്നുള്ള അർത്ഥമാണ്. കാശ് എന്ന് പറഞ്ഞാൽ ലൈത്ത, അതായത് നമ്മൾ ആഗ്രഹിക്കൂലേ, തമന്നൻ്റെ അർത്ഥത്തിൽ വരുന്നതാണ് ആ ലൈത്ത. അഥവാ നമ്മൾ ആഗ്രഹിക്കണം, ഉണ്ടായിരുന്നെങ്കിൽ കേട്ടോ, ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അർത്ഥം. ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് കാശിൻ്റെ അർത്ഥം. കാശ് മഹ്ശർ ബേജേ, പിന്നെന്താ മഹ്ശർ എന്ന മഹ്ശറ. ആമദ് എന്ന് പറഞ്ഞാൽ വരവ് എന്നാട്ടോ. ആമദ് ഒറഫ്ത്ത് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ആമദ് എന്ന് പറഞ്ഞാൽ വരവ് എന്നാണ്. ബേജേ എന്ന് പറഞ്ഞാൽ അയക്കുക എന്നാട്ടോ. ബേജിനാന്നില്ലതിൻ്റെ ജമ്മ് ഗായിബ് എന്നാട്ടോ. ജമ്മ് ഗായിബിൻ്റെ സിയാണത്. ബേജേ. ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, പിന്നെ ഈ മെജസ്റ്റി എന്നൊക്കെ പറയില്ല നമ്മൾ, അവിടുത്തെ ഒരു യുവർ മെജസ്റ്റി, അതേമാതിരി എന്താ പറയുക,